നൽകുകയായിരുന്നു. കോഴിക്കോട് നിന്നും റിയാസ് KMR. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസ് ഇഴഞ്ഞു നീങ്ങിയത് ഉന്നതരുടെ ഇടപെടൽ മൂലമെന്ന് ആരോപണം. ദുർമന്ത്രവാദത്തിലൂടെ ലഭിക്കുന്ന പണം പ്രതികൾ ആഡംബര ജീവിതം നയിക്കുന്നതിനും വീട് പണയുന്നതിനുമായി ചിലവഴിച്ചതാണ് എന്നാണ് വിവരം. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് വീണ്ടും അപേക്ഷ നൽകും. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ ഉന്നതർ പോലീസിനെതിരെ പ്രതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന രീതിയിൽ ആരോപണങ്ങളെല്ലാം ഉയർത്തിയിരുന്നു. ഇപ്പോൾ ആ ആരോപണങ്ങൾ ഒന്നുകൂടി ശക്തി പ്രാപിക്കുകയാണ്. എന്തെല്ലാമാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അതുല്യ, 2023 ഏപ്രിൽ 14 ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊരു സ്വാഭാവിക മരണമല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിച്ചുകൊണ്ട് ബന്ധുക്കളും അതുപോലെ തന്നെ മകനും പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇത്തരത്തിൽ മൃതദേഹം പുറത്തെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലായത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് ബേക്കൽ പോലീസ് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഈ 18 മാസത്തോളം ഈ കേസ് ഇഴഞ്ഞു നീങ്ങിയത്. ഈ കേസ് ഇഴഞ്ഞു നീങ്ങുക ആയിരുന്നില്ല, ഇതിനുവേണ്ടി ചിലർ ഇടപെട്ടു എന്നാണ് കർമ്മസമിതിയിലെ ആളുകൾ അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും അബ്ദുൽ ഗഫൂർ ഹാജിയുമായി ബന്ധമുണ്ടായിരുന്ന ജിന്നുമ പൂച്ചക്കാട് അവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ്. ഇവരാണ് ഈ പ്രധാന പ്രതികളിൽ ഒരാൾ. ഇവർ ദുർമന്ത്രവാദിനിയായ ഒരു സ്ത്രീയാണ്. പലരിൽ നിന്നും ഈ ദുർമന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഇവർ സ്വർണം മേടിച്ചെടുക്കുകയും സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഇവരുടെ വീടുകളിൽ പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്ന പതിവുണ്ട്. ഇങ്ങനെ ഈ പണം തട്ടിയെടുക്കുകയും അതുപോലെ തന്നെ ഹണി ട്രാപ്പിലൂടെയും ഇവരെ വശത്താക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അങ്ങനെ പ്രമുഖരായ പലരും ഇവരുടെ കെണിയിൽ വീണിട്ടുണ്ട് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇവർ തട്ടിയെടുക്കുന്ന സ്വർണം വിവിധ ജ്വല്ലറികളിൽ ചെറിയ പൈസയ്ക്ക് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ ജ്വല്ലറിക്കാരുമായി ഇടപാട് നടത്തുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നു. ആത്മീയ നേതാക്കന്മാരുമായി പോലും ഈ പ്രതികൾ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സമൂഹത്തിൽ വലിയ രീതിയിൽ അംഗീകാരം പിടിച്ചു പറ്റുകയും ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുകയുമായിരുന്നു എന്നാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് പിന്നീട് കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനെല്ലാം വിഖ്യാതമായി ചില വ്യവസായ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉന്നത തലങ്ങളിൽ സ്വാധീനം ചെലുത്തി ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. പിന്നീടാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് ഈ കേസ് കൈമാറുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് ഈ കേസ് കൈമാറി 2 മാസത്തിനുള്ളിൽ തന്നെ ഇത് 4 പ്രതികളെയും പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ സ്വാഭാവിക മരണം എന്ന് കരുതി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് ഈ പ്രതികൾ തന്നെ സമ്മതിക്കുകയും 596ഓളം പവൻ ഈ അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് ഇവർ തട്ടിയെടുത്തതായി പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 596 പവനിൽ നിരവധി സ്വർണം, അതായത് 500-ലേറെ പവൻ സ്വർണം കാസർഗോട്ടെ വിവിധ ജ്വല്ലറികളിലാണ് ഇവർ നൽകി വിറ്റ് ക്യാഷ് പൈസയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചെടുക്കുമ്പോൾ സ്വർണ്ണ വ്യാപാരികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകും. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഈ വ്യവസായ പ്രമുഖരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഉണ്ടായതെന്നാണ് പോലീസ് ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 113ഓളം പവൻ സ്വർണം കാസർഗോട്ടെ വിവിധ ജ്വല്ലറികളിൽ നിന്നും കണ്ടെത്തി. കർണാടകയിലടക്കം ഇവർ സ്വർണം വിറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ ഈ സ്വർണം ഇവിടെ നിന്ന് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമായിരിക്കും. മാത്രവുമല്ല, ഈ 596 പവനിൽ ഉപയോഗിച്ചുകൊണ്ട് അവർ വലിയൊരു അത്യാഡംബര കൊട്ടാര സദൃശ്യമായ ഒരു വീടൊക്കെ പണിയുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ ഈ പ്രതികളുള്ളത്. ഇവരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിട്ടു നൽകാൻ, അതുപോലെ തന്നെ ഈ തെളിവെടുപ്പടുക്കം പൂർത്തിയാക്കി മുഴുവൻ സ്വർണവും കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും നാടിനെ നെട്ടിച്ചൊരു സംഭവം. ദുർമന്ത്രവാദിനിയായ ഒരു സ്ത്രീ ഒരു വ്യവസായ പ്രമുഖനെ അപായപ്പെടുത്തി 596 പവൻ കവർന്നെടുത്തിരിക്കുന്നു. ഈ കവർന്നെടുത്ത സ്വർണം വിവിധ ജ്വല്ലറികളിൽ വിൽക്കുന്നു. ഈ ജ്വല്ലറിക്കാർ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉന്നത ഇടപെടൽ നടത്തുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് കാസർഗോട്ടെ ഈ പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതില്ല.
യുടെ കൊലപാതക കേസിലെ അന്വേഷണത്തിലെ നിഷ്ക്രിയത്വം ഉന്നതരുടെ ഇടപെടൽ മൂലമെന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആരോപണം ഉന്നയിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങൾ